വെൽക്കം ചിൽഡ്രൻ. നമ്മള് പി ബ്ലോക്ക് എലമെന്റ്സില് കഴിഞ്ഞ ആഴ്ച 15ാമത്തെ ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 16ാമത്തെ ഗ്രൂപ്പാണ്. അപ്പം 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം ആൻഡ് പൊളോണിയം. ഇതില് നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഓൺ ദി എർത്ത്. അതുപോലെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ഏതാ? ഫ്ലൂറിൻ. രണ്ടാം സ്ഥാനമാണ് ഓക്സിജൻ. The most electron negative element in the periodic table is fluorine. The second most electron negative element in the periodic table is oxygen. അതുപോലെ 16th ഗ്രൂപ്പ് എലമെന്റ്സിന് വേറൊരു പേരൂടുണ്ട്, ചാൽക്കോജൻസ്. പിന്നെ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ഈ ചാപ്റ്ററിലാണ് ചോദിക്കുന്നത്. നന്നായിട്ട് പിടിച്ചോണം. ഇവിടെ ജനറൽ ആയിട്ട് 16th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാം വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഗ്രൂപ്പ് നമ്പർ -10 = 6 ഇലക്ട്രോൺസ്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ? വാലൻസ് ഷെല്ലിനെ നമ്മൾ n എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വാലൻസ് ഷെല്ലിലെ s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ബാക്കി എത്ര ഇലക്ട്രോണാ വാലൻസ് ഷെല്ലിലെ തന്നെ p ഓർബിറ്റലിന്? ബാക്കി 4. 4 × 2 6 ഇലക്ട്രോൺ ആയല്ലോ. But their general outer electronic configuration is ns2np4. അപ്പൊ പിന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്തുവാ? നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. ഓരോ ഷെല്ല് വീതം കൂടിക്കൂടി വരും, ഓരോ എലമെന്റ് താഴോട്ട് വരുന്തോറും. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടിക്കൂടി വരും. അപ്പൊ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ് atomic and ionic size, atomic and ionic radii increases due to increase in the number of shells. അതുകൊണ്ട് എന്തൊക്കെ വേരിയേഷൻ നടക്കും അതിന്റെ പ്രോപ്പർട്ടീസിൽ? അതായത് ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആറ്റത്തിന് സപ്ലൈ ചെയ്യേണ്ട എനർജി എന്തുവാ? അയണൈസേഷൻ എൻതാൽപ്പി അല്ലെ. ഇപ്പം ന്യൂക്ലിയസിൽ നിന്നും വാലൻസ് ഷെല്ലിലേക്കുള്ള അകലം കൂടിക്കൊണ്ടേയിരിക്കും. ഷെല്ലിന്റെ എണ്ണം താഴോട്ട് പോകുന്തോറും കൂടുന്നതിനനുസരിച്ച്. അപ്പൊ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് മേലെയുള്ള ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വാലൻസ് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആറ്റത്തിന് സപ്ലൈ ചെയ്യേണ്ട എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ എനർജിക്ക് എന്താ പറയാ? അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. ഇനി സാധാരണ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എങ്ങനെയാ ആറ്റത്തിന്റെ സൈസ് കുറയുക ചെയ്യുന്നത് അല്ലെ. സൈസ് കുറയുമ്പോ എന്താ? അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരണം. കാരണം ന്യൂക്ലിയസിൽ നിന്നും സൈസ് കുറയുമ്പോൾ വാലൻസ് ഷെൽ വരെയുള്ള ദൂരം കുറവാണ്. അപ്പം വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് മേലെയുള്ള ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കൂടുതൽ എനർജി സപ്ലൈ ചെയ്താലേ വാലൻസ് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ന്യൂക്ലിയസിന്റെ ആകർഷണ ബലത്തെ അതിജീവിച്ച് വാലൻസ് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ സാധാരണ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരണം. പക്ഷേ ഇവിടെ 15th ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 15th ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഓക്സിജന് അതേ പീരീഡിലുള്ള 15th ഗ്രൂപ്പിലെ എലമെന്റ് ഏതാ? നൈട്രജൻ. അടുത്തത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. അപ്പൊ ഇവിടെ അതാത് പീരീഡിലെ 15th ഗ്രൂപ്പ് എലമെന്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 16th ഗ്രൂപ്പ് എലമെന്റിന്റെ അയണൈസേഷൻ എൻതാൽപ്പി സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടി വരണം. പക്ഷേ ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. First ionization enthalpy of 16th group elements are less than that of 15th group element. കാരണം എന്ത്? കാരണം 15th group elements in the outer electronic configuration എന്താ? ഓർമ്മയുണ്ടോ? ns2np3. ഇവിടെ എന്താ ഒരു പ്രത്യേകത? p3. p സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം? മാക്സിമം 6 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ p3 എന്ന് പറയുമ്പോഴോ ഹാഫ് ഫിൽഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ഇവിടെ ഹൈലി സ്റ്റേബിൾ ആണ് p3 കോൺഫിഗറേഷൻ. ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനിൽ നിന്നും ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം.
അതുകൊണ്ട് 15th ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി 16th ഗ്രൂപ്പിലെ എലമെന്റ്സിനേക്കാളും കൂടുതലാണ്. ഫസ്റ്റ് അല്ലെ തിരിച്ചു പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഓഫ് 16th ഗ്രൂപ്പ് എലമെന്റ്സ് ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് 15th ഗ്രൂപ്പ് എലമെന്റ് ഇൻ ദി സെയിം പീരീഡ്. അതാത് പീരീഡിൽ. ദിസ് ഈസ് ബിക്കോസ് in case of 15th group elements, more energy is required to remove the valence electron from a highly stable P3 configuration. Stability കൂടുതലുള്ള P3 configurationൽ നിന്നും ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം. അതേസമയം 16th ഗ്രൂപ്പിൽ ഏത് കോൺഫിഗറേഷനിൽ നിന്നാണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ടത്? P4 കോൺഫിഗറേഷൻ. അതിന് കമ്പാരിറ്റീവ്ലി കുറച്ച് എനർജി കൊടുത്താൽ മതി. ഇനി അടുത്ത പ്രോപ്പർട്ടി താഴോട്ട് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഓർമ്മയുണ്ടോ? അതായത് ഒരാറ്റം അതിന്റെ ബാലൻസ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന എനർജിക്കാ പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. എനർജിയെ പുറത്തേക്ക് വിടുവായതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിക്ക് ഏത് സൈനാ? നെഗറ്റീവ് സൈൻ. അപ്പൊ ഒരാറ്റത്തിന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ അത് കൂടുതൽ എനർജിയെ പുറത്തേക്ക് വിടും. അപ്പൊ നമ്മൾ പറയും ഇറ്റ് ഹാസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് പറയും. കാരണം കൂടുതൽ എനർജി പുറത്തേക്ക് വിടുമ്പോൾ അത്രയും എനർജി ആറ്റത്തിന്റെ കുറയുക, അപ്പൊ മോർ നെഗറ്റീവ് ആവും. അപ്പം ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിയുടെ വ്യതിയാനം, വേരിയേഷൻ എങ്ങനെയാ? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടുവാണ് ചെയ്യുന്നത്. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറയും. അപ്പൊ കുറച്ച് എനർജിയെ പുറത്തേക്ക് വിടത്തുള്ളൂ. ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി അല്ല, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കുറയും. കാരണം എന്താ? സൈസ് കൂടുന്നു. ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കുറയുമ്പോൾ കുറച്ച് എനർജിയെ പുറത്തേക്ക് വിടത്തുള്ളൂ. അപ്പൊ നമ്മൾ പറയും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി becomes less negative. From top to bottom in the group, atomic size increases. Therefore, electron gain enthalpy becomes less negative. What about electron negativity? എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടഡ് ആറ്റത്തിന്, ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആറ്റത്തിന് ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയറിനെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിക്കാ പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ആറ്റത്തിന്റെ സൈസ് കൂടുന്തോറും വാലൻസ് ഷെല്ലിലേക്കാ പുതിയതായിട്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ സൈസ് കൂടുന്തോറും ന്യൂക്ലിയസിൽ നിന്ന് വാലൻസ് ഷെല്ലിലേക്കുള്ള അകലം കൂടും. അപ്പൊ വാലൻസ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയും. അപ്പൊ ഇവിടെ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദി ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. മനസ്സിലായല്ലോ? അപ്പം ഓക്സിജൻ ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ഓൺ ദി എർത്ത്. The second most electron negative element is oxygen. Group 16 elements are known as chalcogens. Their general outer electronic configuration is ns2np4. From top to bottom in the group, atomic size increases due to increase in number of shell. Ionization enthalpy decreases down the group, but their first ionization enthalpy is less than that of groups 15 elements. This is because higher energy is required to remove the valence electron from a highly stable P3 configuration in case of group 15 element. പിന്നെ electron gain enthalpy becomes less negative from top to bottom in the group. Electron negativity decreases down the group. All these are due to increase in atomic size from top to bottom in the group. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഓക്സിജൻ സാധാരണയായിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ? ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളേ? 6. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ കൂടെ വേണം? 2. അപ്പൊ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അപ്പൊ ജനറലി ഓക്സിജൻ ഷോസ് ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് -2. പിന്നെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഓക്സിജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഒരേ എലമെന്റ് ഏതാ പീരിയോഡിക് ടേബിളിൽ? ഫ്ലൂറിൻ. അപ്പൊ ഫ്ലൂറിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ ഫ്ലൂറിൻ ഒഴികെ ഏത് എലമെന്റുമായിട്ടും ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഈസ് ഓക്സിജൻ. പക്ഷെ ഫ്ലൂറിൻ ഈസ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം
ഓക്സിജൻ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിജനും ഫ്ലൂറിനും കൂടെ ചേർന്നുള്ള ഒരു കോമ്പൗണ്ടാ OF2, ഓക്സിജൻ ഡൈഫ്ലൂറൈഡ്. നമ്മൾ സാധാരണ കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതുമ്പോൾ വാലൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താ എഴുതുന്നത്. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വാലൻസി. ഇപ്പൊ ഓക്സിജന്റെ വാലൻസി 2, അത് ഫ്ലൂറിന് കൊടുക്കാം. ഫ്ലൂറിന്റെ വാലൻസി 1, അത് ഓക്സിജന് 1 ആയതുകൊണ്ട് എഴുതത്തില്ല. അപ്പൊ ഓക്സിജൻ ഡൈഫ്ലൂറൈഡിൽ ഓക്സിജന്റെ വാലൻസി, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? ഒരു ഫ്ലൂറിന് വാലൻസി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? ഫ്ലൂറിന്റെ ഹാലോജൻസിന്റെ എല്ലാം വാലൻസി ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോണും കൂടെ വേണം? 1 ഇലക്ട്രോണും കൂടെ. അപ്പൊ ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ വേണം. 2 ഫ്ലൂറിന് എത്ര ഇലക്ട്രോണിനെ വേണം? 2 ഇലക്ട്രോണിനെ. ആ 2 ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആരാ? ഓക്സിജൻ. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. The common oxidation state of oxygen is -2, but in oxygen difluoride, the oxidation state of oxygen is +2. മനസ്സിലായോ? പിന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഈ വാലൻസ് ഷെല്ലിലെ ഈ 4 ഇലക്ട്രോൺ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാറുള്ളൂ. അതുകൊണ്ട് അത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത് താഴേക്ക് വരുന്തോറും. പിന്നെ S ഇലക്ട്രോണിന് എന്ത് ടെൻഡൻസിയാ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കാതെ ഇങ്ങനെ അലസമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് പെയർഡായിട്ട് ഇരിക്കാനുള്ള ടെൻഡൻസിയാണ്. അതിനെന്താ പറയാ? ഇനോട്ട് പെയർ എഫക്ട്. എന്താണ്? ഇനോട്ട് പെയർ എഫക്ട്. അപ്പം ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ്, അല്ലെ ഫ്രം ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് in 16th group, +4 oxidation state increases. This is due to inert pair effect of S electron. And the inert pair effect, the reluctance of S electrons to get unpaired and to participate in chemical reaction. S orbital electrons in unpaired ആയിട്ട്, unpaired electron അല്ലേ കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുന്നത്? പെയർഡ് ആയിട്ടിരിക്കുക. അൺപെയർഡ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കാനുള്ള വിമുഖത, മടിക്കുക പറയുന്നേ ഇനർട്ട് പെയർ എഫക്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഏതൊരു ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റ് ആ ഗ്രൂപ്പിലെ ബാക്കി എലമെന്റ്സിൽ നിന്നും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു. അതിനെന്താ പറയാ? അനോമലസ് ബിഹേവിയർ. 16th ഗ്രൂപ്പിലെ എലമെന്റ്സിൽ ഫസ്റ്റ് എലമെന്റ് ഏതാ? ഓക്സിജൻ. ഓക്സിജൻ ഷോസ് അനോമലസ് ബിഹേവിയർ. വാട്ട് ആർ ദ റീസൺ? ഫസ്റ്റ് എലമെന്റ് അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം എന്താ? നേരത്തെ പറഞ്ഞു, താഴോട്ട് വരുന്നതോറും സൈസ് കൂടി വരുന്നു. അപ്പൊ സൈസ് ഏറ്റവും കുറവാർക്കാ? ഓക്സിജൻ. അപ്പൊ സ്മോൾ സൈസ് അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള ഒരു കാരണം. സൈസ് കുറവായതുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. പിന്നെ അയണൈസേഷൻ എന്താൽപ്പിയോ? സൈസ് കുറഞ്ഞതിന് വാലൻസ് ഷെല്ലിലേക്കുള്ള അകലം കുറവാണ്. അപ്പൊ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിന് മേലെയുള്ള ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. അപ്പൊ വാലൻസ് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആറ്റത്തിന് സപ്ലൈ ചെയ്യേണ്ട എനർജി കൂടുതലാണ്. അപ്പൊ ഹൈ അയണൈസേഷൻ എന്താൽപ്പി. പിന്നെ ഫസ്റ്റ് എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ഇല്ല. അപ്പൊ വാട്ട് ആർ ദ റീസൺ ഫോർ ദി അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ? സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എന്താൽപ്പി ആൻഡ് ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. 16th ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഒക്കെ ഹൈഡ്രൈഡുകൾ, ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റിനാ പറയുന്നത് ഹൈഡ്രൈഡ്. വാട്ടർ, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ സെലനൈഡ്, ഹൈഡ്രജൻ ടെല്ലുറൈഡ്. പിന്നെ പൊളോണിയം റേഡിയോ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ പൊളോണിയമായിട്ട് ചേർന്നുള്ള കോമ്പൗണ്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഇപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും നേരത്തെ പറഞ്ഞ പോലെ ആറ്റത്തിന്റെ സൈസ് കൂടിയേ വരുന്നേ അല്ലെ? അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിനും ഈ 16th ഗ്രൂപ്പിലെ എലമെന്റിന് ഇടയിലുള്ള ബോണ്ടിന്റെ ലെങ്ത് എങ്ങനെയാ? ബോണ്ട് ലെങ്ത് കൂടി വരും. ഹൈഡ്രജനും ഓക്സിജനും ഇടയിലുള്ള ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കും ഹൈഡ്രജനും സൾഫറിനും ഇടയിലുള്ള ലെങ്ത്. അതിനേക്കാൾ കൂടുതലായിരിക്കും ഹൈഡ്രജനും സെലീനിയത്തിനും ഇടയിലുള്ള ലെങ്ത്. കാരണം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. Therefore, the length of the bond between hydrogen and the group 16 element increases. Bond എന്ന് പറയുന്ന റബ്ബർ ബാൻഡ് പോലെ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ സപ്ലൈ ചെയ്യേണ്ട എനർജി, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറഞ്ഞു വരുന്നു. അപ്പം ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ് the dissociation enthalpy of hydrides decreases. അപ്പൊ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാം.
അതുകൊണ്ട് തെർമൽ സ്റ്റെബിലിറ്റി കുറയുന്നു. കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും ബോണ്ട്. തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. അതുകൊണ്ട് H+ അയോണിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി താഴോട്ട് വരുന്തോറും കൂടി വരുന്നു. H+ അയോണിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസിക്ക് എന്താ പറയാ? അസിഡിക് നേച്ചർ. അപ്പൊ അസിഡിക് നേച്ചർ താഴോട്ട് വരുന്തോറും കൂടി വരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. Acidic character of hydrides of group 16 elements increases from water to hydrogen telluride. This is because atomic size increases, therefore the length of the bond increases, hence bond dissociation enthalpy decreases, thermal stability decreases. Therefore, acidic character increases from water to hydrogen telluride. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ലെസ് അസിഡിക് ദാൻ ഹൈഡ്രജൻ ടെല്ലുറൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജൻ ടെല്ലുറൈഡിനേക്കാളും അസിഡിക് നേച്ചർ കുറവാണ്. കാരണം എന്തുകൊണ്ടാ? From top to bottom in the group, atomic size increases, hence bond dissociation enthalpy decreases. Therefore, acidic character bondine break ചെയ്യാൻ സപ്ലൈ ചെയ്യേണ്ട എനർജി കുറവാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് H+ നെ റിലീസ് ചെയ്യും. Therefore, acidic character increases from hydrogen sulfide to hydrogen telluride. Hence, hydrogen sulfide is less acidic than hydrogen telluride. അതുപോലെ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയാ? റിഡക്ഷൻ. ആരാണോ ഹൈഡ്രജനെ കൊടുക്കുന്നത് അതിനെന്താ പറയാ? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ ഹൈഡ്രജനെ പെട്ടെന്ന് കൊടുക്കാൻ താഴോട്ട് വരുന്നോളം കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ വാട്ടറിന് റെഡ്യൂസിങ് നേച്ചർ ഇല്ല. വാട്ടറിനൊഴികെ ബാക്കി എല്ലാത്തിനും റെഡ്യൂസിങ് നേച്ചർ ഉണ്ട്. താഴോട്ട് വരുന്നതോറും റെഡ്യൂസിങ് നേച്ചർ കൂടി വരുന്നു. From top to bottom in the group, reducing character increases. All these are due to increase in atomic size and decrease in bond dissociation enthalpy. അതുപോലെ നമുക്ക് പഠിക്കാനുള്ളത് സൾഫർ അടങ്ങിയിട്ടുള്ള ചില കോമ്പൗണ്ട്സ്, സോഴ്സസ് ഓഫ് സൾഫർ. അതായത് കാൽസ്യം സൾഫേറ്റ് ടോയ്സ് H2O, ഇതിനെ എന്താ പറയാ? ജിപ്സം. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മെഗ്നീഷ്യം സൾഫേറ്റ് 7H2O, ഇതിനെ പറയുന്നത് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് എന്ന് പറയും. അതുപോലെ ഗലീന, PbS, ഗലീന, ഇതിലെല്ലാം സൾഫർ ഉണ്ട്. അതുപോലെ കോപ്പർ പൈറൈഡ്, CuFeS2, കോപ്പർ പൈറൈഡ്. These are all compounds containing sulfur. ഇനി സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ഹൈഡ്രജൻ സൾഫൈഡ് എക്സിസ്റ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. വൈ? കാരണം നോക്കിയേ, വാട്ടർ മോളിക്യൂൾ H2O, ഇതില് ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഈസ് ഓക്സിജൻ. അപ്പൊ ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഇടയിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഓക്സിജന്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കും. അപ്പൊ ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. ഈ നെഗറ്റീവ് ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരും. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഓക്സിജൻ എന്ത് ചെയ്യും? നെയ്ബറിംഗ് വാട്ടർ മോളിക്യൂളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഓക്സിജനെ അട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായി അടുത്തടുത്ത രണ്ട് വാട്ടർ മോളിക്യൂളിനിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അത് ഡോട്ടഡ് ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ബോണ്ടിനെ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് അങ്ങോട്ടും ഉണ്ട്. അപ്പം വാട്ടർ മോളിക്യൂൾസുകളെല്ലാം തന്നെ ഈ ഹൈഡ്രജൻ ബോണ്ട് വഴി അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഹൈഡ്രജൻ സൾഫൈഡിൽ സൾഫറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അപ്പൊ സൾഫർ ഹൈഡ്രജന്റെയും സൾഫറിന്റെയും ഇടയിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ തന്നിലേക്ക് ആകർഷിക്കുന്നില്ല. അതുകൊണ്ട് സൾഫറിന് നെഗറ്റീവ് ചാർജ് വരുന്നുമില്ല, ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് വരുന്നുമില്ല. അപ്പൊ തൊട്ടടുത്ത നെയ്ബറിംഗ് ഹൈഡ്രജൻ സൾഫൈഡ് മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. ഇത്രയൊന്നും വിശദമാക്കി പറയേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ഹൈഡ്രജൻ സൾഫൈഡ് എക്സിസ്റ്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. വൈ എന്ന് ചോദിച്ചാല്, water exists in liquid state due to the association of many water molecules through intermolecular
molecular hydrogen bonding, whereas no such hydrogen bond is present in hydrogen sulfide due to the less electronegativity of sulfur. അത്രയും പറഞ്ഞാൽ മതി. വാട്ടർ എന്തുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു? കാരണം മോളിക്യൂൾസിനിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട് വഴി വാട്ടർ മോളിക്യൂൾസ് എല്ലാം കൂടിച്ചേർന്നിരിക്കുന്നു. അതേസമയം സൾഫറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യേന കുറവാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഹൈഡ്രജൻ ബോണ്ട് ഹൈഡ്രജൻ സൾഫൈഡിൽ ഇല്ല. അതുകൊണ്ട് അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ്, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാത്ത എലമെന്റ് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ് ഡസ് നോട്ട് കമ്പൈൻ വിത്ത് ഓക്സിജൻ? അതായത് ടൈറ്റാനിയം, സിങ്ക്, പ്ലാറ്റിനം, അയൺ, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിലെ നോബിൾ മെറ്റൽ ഏതാ? പ്ലാറ്റിനം അല്ലെ? പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ ഇതൊക്കെയാണ് നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ പ്ലാറ്റിനം നോബിൾ മെറ്റൽ ആണ്. അപ്പൊ പ്ലാറ്റിനത്തിന്റെ കേസിൽ ആദ്യത്തെ 4 ഇലക്ട്രോൺസിനെ നീക്കം ചെയ്യാൻ സപ്ലൈ ചെയ്യേണ്ട എനർജിയുടെ സം എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ സപ്ലൈ ചെയ്യേണ്ട എനർജിക്ക് എന്താ പറയാ? അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് 4 അയണൈസേഷൻ എൻതാൽപ്പിയുടെ സം ആകത്തുക വളരെ കൂടുതലാണ്. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്സിജൻ ഇലക്ട്രോണിനെ കൊടുക്കണം. ഏതിന്? പ്ലാറ്റിനത്തിന്റെ കേസിൽ ഫസ്റ്റ് 4 അയണൈസേഷൻ എൻതാൽപ്പിയുടെ സം കൂടുതലാണ്. അതുകൊണ്ട് ഇലക്ട്രോണിനെ കൊടുക്കത്തില്ല. അതിനാൽ പ്ലാറ്റിനം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ഇൻ കേസ് ഓഫ് പ്ലാറ്റിനം, സം ഓഫ് ദി ഫസ്റ്റ് 4 അയണൈസേഷൻ എൻതാൽപ്പി ഈസ് വെരി ഹൈ. therefore platinum does not react with oxygen. അതേസമയം ടൈറ്റാനിയം, സിങ്കും, അയണും ഒക്കെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് അതിന്റെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. ദ റെസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ദെയർ ഓക്സൈഡ്. നമ്മുടെ ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഈ 2 ഇക്വേഷനെ കംപ്ലീറ്റ് ചെയ്യാൻ. C2H4 കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. നമുക്കറിയാം C2H4 ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ? എഥീൻ. All hydrocarbons upon combustion produces carbon dioxide and water. എല്ലാ ഹൈഡ്രോകാർബൺസും കമ്പസ്റ്റൻ വഴി കാർബൺ ഡയോക്സൈഡും വാട്ടറും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 കാർബൺ, അതുകൊണ്ട് ഇവിടെ 2 CO2. പിന്നെ 6 ഓക്സിജൻ. ഇപ്പൊ ഇവിടെ 6 ഓക്സിജൻ ആക്കാൻ ഇവിടെ 4, 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഇടുക. അപ്പൊ 6 ഓക്സിജനായി. ഹൈഡ്രജനും എല്ലാം ബാലൻസ്ഡ് ആയി. 4 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ. അതുപോലെ അലൂമിനിയം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല എങ്ങനെയാ? നമ്മുടെ സാധാരണ കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതുമ്പം വാലൻസി തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താ എഴുതുന്നത്. അപ്പൊ അലൂമിനിയത്തിന്റെ വാലൻസി 3, അത് ഓക്സിജന് കൊടുക്കും. ഓക്സിജന്റെ വാലൻസി 2, അത് അലൂമിനിയത്തിന് കൊടുക്കും. അപ്പൊ അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല Al2O3. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോ ഇവിടെ 4 ഓക്സിജൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2Al2O3 ഇതാണ് ഇക്വേഷൻ. കംപ്ലീറ്റ് ആയി. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഓക്സൈഡുകളെ കുറിച്ചാണ്. ഓക്സൈഡിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്സൈഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു അസിഡിക്, ബേസിക്, ന്യൂട്രൽ ആൻഡ് amphoteric oxide. അസിഡിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സൈഡ്. അതായത് അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാർബോണിക് ആസിഡ്, സോഡാവെള്ളം H2CO3 ഫോം ചെയ്യും. അങ്ങനെ കാർബോണിക് ആസിഡ് ഫോം ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അസിഡിക് ഓക്സൈഡ് ആണ്. അസിഡിക് ഓക്സൈഡ്സ് ആർ ദോസ് വിച്ച് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം ആസിഡ്. നോൺ മെറ്റൽസിന്റെ എല്ലാം ഓക്സൈഡുകൾ അസിഡിക് ആണ്. Oxides of non-metals are acidic in nature. അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തതേതാ? ബേസിക് ഓക്സൈഡ്. അതെന്തായിരിക്കും? ഓക്സൈഡ്സ് ദാറ്റ് കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഗീവ് ബേസ് ആർ നോൺ ആസ് ബേസിക് ഓക്സൈഡ്. അതായത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ബേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സൈഡിനെ പറയുന്നത് ബേസിക് ഓക്സൈഡ്. ആൻ എക്സാമ്പിൾ ആ മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം മെറ്റൽ ആണ്. മെറ്റൽസിന്റെ എല്ലാം ഓക്സൈഡുകൾ ബേസിക് ആണ്. ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ ബേസിക് ഇൻ നേച്ചർ. അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ബേസ് ഫോം ചെയ്യുന്നു.
പിന്നെ അംഫോട്ടറിക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തോ അംഫോട്ടറിക് നേച്ചർ, ബേസിക് നേച്ചറും അസിഡിക് നേച്ചറും കാണിക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്നത് amphoteric. Oxides which have the properties of both acid as well as base is called amphoteric oxide. Amphoteric oxide an example ആണ് alumina Al2O3. അത് അടുത്തത് ന്യൂട്രൽ ഓക്സൈഡ്. ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ബേസിക് നേച്ചറും അസിഡിക് നേച്ചറും ഇല്ലാത്ത ഓക്സൈഡിനെ പറയുന്നത് ന്യൂട്രൽ ഓക്സൈഡ്. an example ആണ് കാർബൺ മോണോക്സൈഡ്, nitric oxide, etc. But oxides are those which are acidic. Oxides are those which combines with water to form acid. Oxides of non-metals are acidic, and basic oxides are those which combines with water to form base. Oxides of metals are basic in nature. Amphoteric oxides are those which have the properties of both acid as well as base. Example alumina. Neutral oxides are those which have the properties of neither the properties of acid as well as the base. Example carbon monoxide, nitric oxide. They do not show the properties of acid as well as base. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഓസോണിനെ കുറിച്ചാ. ഓസോൺ നമുക്കെല്ലാം ഫെമിലിയറാ അല്ലേ? എന്തുവാ? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് നേരിട്ട് ഭൂമിയിൽ പതിക്കാതിരിക്കാൻ ഒരു കൊട പോലെ, ഒരു അംബ്രല്ല പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓസോൺ ആണ്. ഓസോൺ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഓസോണൈസർ എന്ന അപ്പാരറ്റസിൽ കൂടി, അപ്പാരറ്റസിനകത്ത് ഈർപ്പമില്ലാത്ത ഓക്സിജൻ എടുക്കുക, അതിൽ കൂടി സൈലന്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടുക. Ozone is prepared by passing silent electric discharge through pure dry oxygen in an apparatus known as ozonizer. Oxygen എന്തായിട്ട് മാറും? ഓസോൺ ആയിട്ട് മാറും. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോ മനസ്സിലായി? 2 ഓക്സിജൻ വീതം പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഓക്സിജൻ എന്ന് പറയുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ലെഡ് സൾഫൈഡ് ഓസോണുമായിട്ട് ചേരുമ്പോൾ ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് മോളിക്യുലർ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഓക്സിജൻ is a powerful oxidizing agent. It oxidizes lead sulfide to lead sulfate. നമ്മുടെ എൻസിഇആർടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഓസോൺ ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? കാരണം ഓസോൺ ഒരു എൻഡോതെർമിക് കോമ്പൗണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഓസോൺ ഉണ്ടാവുന്നത്. അപ്പൊ എൻഡോതെർമിക് കോമ്പൗണ്ട് ആയ ഓക്സിജനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് O2ഉം പിന്നെ അറ്റോമിക് ഓക്സിജൻ, ഇനി പറയുന്നത് നേസെന്റ് ഓക്സിജൻ എന്നാ. ഈ നേസെന്റ് ഓക്സിജൻ ഹൈലി റിയാക്റ്റീവ് ആണ്. ഈ നേസന്റ് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്സിജൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻ നോക്കിയേ, O2നെ ലിബറേറ്റ് ചെയ്തു, പിന്നെ അറ്റോമിക് ഓക്സിജൻ അതായത് നേസന്റ് ഓക്സിജൻ ആണ് ലെഡ് സൾഫൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ വൈ ഓസോൺ ആക്ട് ആസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്? എന്തുകൊണ്ടാണ്? ഓസോൺ ഒരു എൻഡോതെർമിക് കോമ്പൗണ്ട് ആണ്. ഓസോൺ ഈസ് ആൻ എൻഡോതെർമിക് കോമ്പൗണ്ട്. ഓൺ ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് liberates nascent oxygen. Nascent oxygen എന്ന് പറഞ്ഞാൽ freshly prepared oxygen. Nascent oxygen which is highly reactive. അത് highly reactive ആണ്. That is why ozone is a powerful oxidizing agent. ഇനി നമുക്ക് ഓസോണിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. ഒരു റെസൊണൻസ് സ്ട്രക്ചർ ആണ് ഓസോണിന്. അതിൽ ഒരു ബോണ്ട് സിംഗിൾ ബോണ്ടും ഒരു ബോണ്ട് ഡബിൾ ബോണ്ടും ആണ്. ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ വരണമെന്നില്ല, ഇപ്പുറത്തെ സൈഡിലും വരാം. അപ്പം ഓസോണിന് ഏത് സ്ട്രക്ചറും വരാം, ഈ സ്ട്രക്ചറും വരാം. അതിനപ്പം ഓസോണിന്റെ സ്ട്രക്ചർ ഇതാണെന്നും പറയാൻ പറ്റത്തില്ല, ഇതാണെന്നും പറയാൻ പറ്റത്തില്ല, അതിനിടയിലുള്ള ഏതോ ഒരു സ്ട്രക്ചർ ആണ്. അതിനാ പറയുന്നത് റെസൊണൻസ്. അത് നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ, ഈ ഓക്സിജന്റെ വാലൻസ് ഷെല്ലിലെ 6 ഇലക്ട്രോണും ലോൺ പെയർ ആയിട്ടിരിക്കുക, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ ഓക്സിജന് വാലൻസ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ ഈ ബോണ്ടിന് വേണ്ടി ഉപയോഗിച്ചു. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാണ്. അപ്പൊ ഈ ബോണ്ടിലെ 2 ഇലക്ട്രോണും ഈ ഓക്സിജന്റെ ആണ്. 3ാമത്തെ ഇലക്ട്രോൺ ഈ ബോണ്ടിന് വേണ്ടി, 4ാമത്തെ ഇലക്ട്രോൺ ഈ ബോണ്ടിന് വേണ്ടി, പിന്നെ ബാക്കി 2 ഇലക്ട്രോൺ, 6 ഇലക്ട്രോൺ. ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഈ ഓക്സിജന്റെ
വാലൻസ് ഷെല്ലിലെ 6 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ ഈ ബോണ്ടിന് 1 ഇലക്ട്രോൺ ഈ ബോണ്ടിന്. പിന്നെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ 4 ഇലക്ട്രോൺ. അപ്പൊ ഇത് തന്നെ സ്ട്രക്ചർ പറഞ്ഞോന്നില്ലേ എപ്പോഴത്തും വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നേരെ തിരിച്ചിടുമ്പോ ഇവിടെ 4 ഇലക്ട്രോൺ, ഇവിടെ 2 ലോൺ പെയർ, ഇവിടെ 3 ലോൺ പെയർ. ഇതാണ് ഓസോണിന്റെ സ്ട്രക്ചർ. അടുത്തത്, ഹൗ ഈസ് ഓസോൺ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി? നമുക്ക് തന്നിരിക്കുന്ന ഓസോൺ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓസോൺ എത്രയുണ്ടോ അതിൽ കൂടുതൽ അളവ് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുക. എന്നിട്ട് ഓസോൺ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ്. എന്നിട്ട് അതിലേക്ക് ബോറേറ്റ് ബഫർ കൂടെ ആഡ് ചെയ്യുക. ബോറേറ്റ് ബഫർ ഈസ് ഓൾസോ ആഡഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ഓസോണിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ അയോഡിൻ ലിബറേറ്റ് ചെയ്യും. ഈ ലിബറേറ്റ് ചെയ്യുന്ന അയോഡിനെ സ്റ്റാൻഡേർഡ് സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക. സോഡിയം തയോസൾഫേറ്റ്. അപ്പൊ ഇവിടെ ഒറ്റ കോമ്പൗണ്ട് ആണ്, ഞാൻ സ്ഥലമില്ലാത്തോണ്ടാണ് 3 ലൈനിലായിട്ട് എഴുതിയത്. ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി അറിയാവുന്ന, ഇതിന്റെ നോർമൽ കോൺസെൻട്രേഷൻ അറിയാവുന്ന സോഡിയം തയോസൾഫേറ്റുമായിട്ട് ലിബറേറ്റ് ചെയ്ത അയോഡിനെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര തന്നിരിക്കുന്ന, അതായത് എത്ര അയോഡിൻ ലിബറേറ്റ് ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള സോഡിയം തയോസൾഫേറ്റുമായിട്ടായിരിക്കുമല്ലോ റിയാക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ബ്യൂററ്റ് റീഡിംഗിൽ നിന്നും സോഡിയം തയോസൾഫേറ്റിന്റെ വോളിയം കിട്ടും. അപ്പൊ നമുക്ക് അയോഡിന്റെ വോളിയം അതനുസരിച്ച് കിട്ടും. അതിനനുസരിച്ച് ഓസോണിന്റെ എമൗണ്ടും കിട്ടും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഓസോണിനെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. എങ്ങനെയാണ്? ഓസോൺ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ബൈ ആഡിംഗ് borate buffer. Iodine thus liberated is treated with a standard solution of sodium thiosulfate. ഓസോൺ എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ബോറേറ്റ് ബഫർ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ pH ന് വ്യത്യാസം വരുത്താതിരിക്കാൻ ബോറേറ്റ് ബഫർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അയോഡിൻ ലിബറേറ്റ് ചെയ്യും. ഈ ലിബറേറ്റ് ചെയ്യുന്ന അയോഡിനെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി അറിയാവുന്ന, കോൺസെൻട്രേഷൻ അറിയാവുന്ന സോഡിയം തയോസൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഓസോണിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അടുത്തത് അലോട്രോപ്സ് ഓഫ് സൾഫർ. സൾഫറിന്റെ രൂപാന്തരത്വങ്ങൾ. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് തന്നെ പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സൾഫറിന്റെ പ്രധാനപ്പെട്ട 2 അലോട്രോപ്സ് ആണ് റോംബിക് സൾഫർ ഓർ ആൽഫ സൾഫർ, പിന്നെ മോണോക്ലിനിക് സൾഫർ ഓർ ബീറ്റ സൾഫർ. അതായത് റോംബിക് സൾഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലാണ്. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. റൂം ടെമ്പറേച്ചറിൽ സൾഫറിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അലോട്രോപ്പ് ആണ് റോംബിക് സൾഫർ. ദ മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് സൾഫർ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് റോംബിക് സൾഫർ ഓർ ആൽഫ സൾഫർ. ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാല് കാർബൺ ഡൈ സൾഫൈഡ് സോൾവെന്റില് സൾഫറിന്റെ റോള് ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് ആ സൊല്യൂഷനെ ഇവാപറേറ്റ് ചെയ്യാൻ അനുവദിക്കുക. അപ്പം ഇവാപറേഷന് ശേഷം കിട്ടുന്ന സൾഫറിനെയാ പറയുന്നത് റോംബിക് സൾഫർ അല്ലെങ്കിൽ ആൽഫ സൾഫർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് റോൾ സൾഫർ ഇൻ കാർബൺ ഡൈ സൾഫൈഡ്. എന്താണ് റോംബിക് സൾഫർ ഓർ ആൽഫ സൾഫർ ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപിക് ഫോം ഓഫ് സൾഫർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? സൾഫറിന്റെ റോളിനെ കാർബൺ ഡൈ സൾഫൈഡ് ലായനിയിൽ ലയിപ്പിച്ചു കിട്ടുന്ന സൊല്യൂഷനെ ഇവാപറേറ്റ് ചെയ്യാൻ ശേഷം ഇവാപറേഷന് ശേഷം കിട്ടുന്നതാണ് റോംബിക് സൾഫർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് റോൾ സൾഫർ ഇൻ കാർബൺ ഡൈ സൾഫൈഡ്. ഇനി നമുക്ക് മോണോക്ലിനിക് സൾഫർ അല്ലെങ്കിൽ ബീറ്റ സൾഫറിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. അതായത് നമ്മളൊരു ഡിഷില് റോംബിക് സൾഫർ എടുക്കുക, എന്നിട്ട് അതിനെ മെൽറ്റ് ചെയ്യാൻ അനുവദിക്കുക. റോംബിക് സൾഫർ ഈസ് മെൽറ്റഡ് ഇൻ എ ഡിഷ്. എന്നിട്ട് അതിനെ കൂൾ ചെയ്യാൻ, തണുക്കാൻ അനുവദിക്കുക. അതിന്റെ മുകളിൽ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യുന്നവരെ, ഒരു പാട പോലെ ഫോം ചെയ്യുന്നവരെ. And then it is allowed to cool till a crust is formed. എന്നിട്ട് ഈ ക്രസ്റ്റിലെ മുകളിലത്തെ പാടയില് നമ്മൾ 2 ഹോൾ ഉണ്ടാക്കുക. 2 holes are made in the crust. എന്നിട്ട് ഈ ഡിഷിനെ കമത്തി പിടിക്കുമ്പോൾ ഇവിടെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറാത്ത ലിക്വിഡ് ആയിട്ട് കിടക്കുന്ന സൾഫർ ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ the liquid 2 holes are made in the crust
ആൻഡ് ദ റിമൈനിങ് ലിക്വിഡ് ഈസ് അലൗഡ് ടു പോർ ഔട്ട്. അവിടെ അവശേഷിക്കുന്ന ലിക്വിഡ് ഫോമിലുള്ള സൾഫറിനെ പുറത്തേക്ക് ഒഴുക്കി കളയുക. എന്നിട്ട് നമ്മൾ ഈ ക്രസ്റ്റിനെ നീക്കം ചെയ്യുമ്പോൾ നമുക്ക് കാണാം സൂചിയുടെ ഷേപ്പിലുള്ള സൾഫറിന്റെ ക്രിസ്റ്റൽ കാണാം. അതിനെയാ പറയുന്നത് മോണോക്ലിനിക് സൾഫർ അല്ലെങ്കിൽ ബീറ്റ സൾഫർ. ഓൺ റിമൂവിംഗ് ദ ക്രസ്റ്റ് നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഓഫ് സൾഫർ ക്യാൻ ബി സീൻ. ദിസ് ഈസ് കോൾഡ് മോണോക്ലിനിക് സൾഫർ ഓർ ബീറ്റ സൾഫർ. ഇവിടെ റോംബിക് സൾഫറിലും മൊണോക്ലിനിക് സൾഫറിലും രണ്ടിലും സൾഫർ S8 molecule ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻ ബോത്ത് മൊണോക്ലിനിക് ആൻഡ് റോംബിക് സൾഫർ കൺസിസ്റ്റ് ഓഫ് S8 molecule. അപ്പൊ ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? മൊണോക്ലിനിക് സൾഫർ, അതായത് റോംബിക് സൾഫർ ഈസ് ടേക്കൺ ഇൻ എ ഡിഷ് ആൻഡ് ഇറ്റ് ഈസ് മെൽറ്റഡ്. Then it is allowed to cool. ഏതുവരെ കൂൾ ചെയ്യണം? Till a crust is formed. മേളിലൊരു പാട ഉണ്ടാവുന്നവരെ. എന്നിട്ട് എന്ത് ചെയ്യണം? 2 holes are made in the crust. ആ ക്രസ്റ്റിൽ 2 ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അവശേഷിക്കുന്ന ലിക്വിഡിനെ പുറത്തേക്ക് ആ ഹോളിൽ കൂടി ഒഴുക്കി കളയുക. റിമൈനിങ് ലിക്വിഡ് ഈസ് poured out. അപ്പൊ നമുക്ക് എന്ത് കാണാം? നീഡിലിന്റെ ഷേപ്ഡ് ക്രിസ്റ്റൽസ് കാണാം. Then we can see needle shaped crystals. This is called മോണോക്ലിനിക് സൾഫർ ഓർ ബീറ്റ സൾഫർ. രണ്ടിലും ഒരു സൾഫർ മോളിക്യൂൾ എന്ന് പറയുന്ന 8 സൾഫർ ആറ്റംസ് ചേർന്ന. അപ്പൊ അതിന്റെ ഷേപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഇതിന്റെ W ഷേപ്പ് അല്ലേ, എന്നിട്ട് 2 W അടുപ്പിച്ചെഴുതുന്ന പോലെ ഓർക്കുക. ഓരോ കോർണറിലും സൾഫറും 1 2 3 4 5 6 7 8. 8 സൾഫർ ആറ്റംസ് ചേർന്ന ഒരു മോളിക്യൂളാണ്. അപ്പം ഇവിടെ ഇതിനൊരു ക്രൗൺ, ഒരു കിരീടത്തിന്റെ ഷേപ്പ് പോലെ ഉണ്ട്. അതുകൊണ്ട് S8 molecule ഹാസ് ദ ഷേപ്പ് ഓഫ് ക്രൗൺ. അപ്പൊ ബാക്കി 16th ഗ്രൂപ്പ് കഴിഞ്ഞിട്ടില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.